from Paris. So we are on to Geneva, Switzerland. അപ്പോൾ നമ്മളിപ്പോൾ പാരീസിൽ നിന്ന് നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാണ്. ജനീവയിലേക്ക് പോണത്. ജനീവ എന്ന് പറഞ്ഞാൽ ഒരു 7 to 8 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ 7 to 8 hours ട്രാവൽ നമ്മൾ ബസ്സിലാണ്, ഈ ബസ്സിലാണ്. എല്ലാവരും ചെക്കൗട്ട് ചെയ്തു ഈ ഹോട്ടലിൽ നിന്ന്. നമ്മളെ മെർക്കുറി ഹോട്ടലാണ് പാരീസിലെ. അപ്പോൾ നമുക്കിനി പോണ വഴിക്കുള്ള എന്തെങ്കിലും സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. സ്വിറ്റ്സർലാൻഡാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ അല്ലേ? വീഡിയോ എടുത്തരോ ഡ്രൈവർ സൈറ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ 2 hours കഴിഞ്ഞിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. അവിടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ്. പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ടു അവർ ഫേവറേറ്റ് സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ ഓൺ ദ വേ ടു ഡ്രീം ഡെസ്റ്റിനേഷൻ, അതാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പണ്ട് നോട്ട്ബുക്കിലൊക്കെ കാണുമ്പോൾ നോട്ട്ബുക്കിൻ്റെ കവർ ഫോട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിരുന്നു സ്വിറ്റ്സർലാൻഡിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ എപ്പോൾ ആരെന്ത് ചോദിച്ചാലും നമ്മൾ പറയും നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണം എന്ന്. പക്ഷെ അത് എങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഈ ബുക്കിൻ്റെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന സാധനം സ്വിറ്റ്സർലാൻഡാണ്. മീൻസ് കാണുന്നതും സൂപ്പർ ഭംഗിയുള്ള സ്ഥലം സ്വിറ്റ്സർലാൻഡ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് 13 euro ഉണ്ട് കേട്ടോ. 13 1300. 110 ഇതല്ലേ നീ നമ്മള് വാങ്ങിയത്? യൂറോയോ? 65,000 രൂപ. നമ്മള് മ്യൂസിയത്തിന് കണ്ട് അതാ എവിടെ ഇരുന്നത് ആ സാധനം. ഇതിപ്പോ നമ്മളൊരു പോണ വഴിക്ക് ഷോപ്പിൽ നിന്ന് കണ്ട സാധനങ്ങളാട്ടോ ഇത്. ഇവിടെയൊക്കെയുള്ള റേറ്റ് കാണണം. നമ്മളവിടെ 1 euro 2 euro കൊണ്ട് കുറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിത്തരോ? എനിക്കിത് വാങ്ങിത്തരോ? ഇത് ചുനുക്ക് വാങ്ങി തരുന്നതായിരിക്കും. ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണ വഴിക്ക് 2 hours കഴിഞ്ഞപ്പോൾ നിർത്തിയൊരു ഷോപ്പാണ്. ഷോപ്പിൽ ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ട്. എന്താണ് നിങ്ങൾ വാങ്ങുന്നത്? അങ്ങനെ പനീർ ചീസാണോ എടുത്തത്? അല്ല സോറി, ചീസ് അല്ല, സോറി, എന്താ യോഗൾട്ട് ആണോ? യോഗൾട്ട് അല്ലേ? യോഗൾട്ട്. നമുക്ക് എന്തെങ്കിലും കേക്ക് എന്തെങ്കിലും വാങ്ങിയല്ലോ. ഇതോ? ഇത് വണ്ടിയില് ടൊമാറ്റോ എന്താ പറയാ? ജുനുക്ക് എനിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാണ്. ഐഫൽ ടവർ കുട്ടികൾ പറഞ്ഞുതരൂ. നമ്മുടെ ആൾക്കാരുടെ ക്യൂ നിൽക്കാണ് സാധനങ്ങൾ വാങ്ങിയിട്ട്. ഒന്ന് ഫുഡിൽ ഞാനിട്ട് സായി കൃഷ്ണൻ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. അതെ, മുണ്ടി പോയത് 3-4 ദിവസമായി ഞാനോട് കെഞ്ചി നടക്കാൻ തുടങ്ങിയിട്ട് കിളി പോയിരിക്കും ഫുഡ്. അപ്പൊ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യണ്ടേ, അഡ്ജസ്റ്റ് ആവണ്ടേ? നമ്മൾ ഇവിടുത്തെ ഫുഡ് ഇത് ഇഷ്ടം അയ്യോ രസല്ലേ?
നോക്കി എടാ വേണോ നിങ്ങൾക്ക് അവിടുത്തെ സുവിനിയേഴ്സ് ആണ് അത് മെയിൻ. അവിടുത്തെ മണിയാണ് മെയിൻ സുവിനിയേഴ്സ്. അവിടുത്തെ ഭംഗിയാണത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പക്ഷെ നമ്മളത് നമുക്ക് ആ ഒരു ഭംഗി ഒരു ഗ്യാസ് സ്റ്റേഷൻ എൻട്രി ആവും. So okay, we will find a place to eat. You can see on the left side, ഇതെല്ലാം this is not a castle, but on the left side on top of mountain, that's a castle. ഇതുപോലത്തെ castles ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ on the way എല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എത്ര ദൂരമുണ്ട്? 1.5 മണിക്കൂറുണ്ട്. പോണ വഴിക്ക് നമ്മൾ ലഞ്ച് കഴിക്കും. ഒരു എവിടുന്ന് ഗ്യാസ് സ്റ്റേഷൻ ആണെന്ന് അറിയില്ല, നമ്മൾ പമ്പ് എന്നല്ല ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഫുഡ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുക. മൂഡ് ശരിയല്ല. ഭക്ഷണം കിട്ടിയില്ലേ? ഭക്ഷണം കിട്ടിയില്ലേ? മൂഡ് ശരിയല്ലേ? ഒരു വ്ലോഗ് എടുക്കണം, അതിൽ വരാൻ വേണ്ടിയിട്ടാണ്. വി ആർ ഓൺ ദ വേ ടു സ്വിറ്റ്സർലാൻഡ്. എക്സൈറ്റഡ് ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയല്ലേ? എങ്ങനെയുണ്ട് ഈ പ്ലേസ് ഒക്കെ കാണാൻ? പേര് പറയൂ. മീനി മൂൺ. അപ്പോൾ നമ്മളെ ട്രിപ്പിലുള്ള ആളാണ്. സൗദി അറേബ്യ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അവിടെയാണ് പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ? 5th. അപ്പോൾ നമ്മൾ ട്രിപ്പിൽ നല്ല ഉഷാറായിരിക്കുന്ന ഒരു കുട്ടിയാണിത്. നിങ്ങളുടെ കൂടെ എല്ലാവരും അല്ല അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ ട്രിപ്പിൽ അടിപൊളി താരമാണിത് അല്ലേ? ഹായ് ഗൈസ്, ഓൺ ദ വേ ടു സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിൽ എത്തുന്നതാണ്. ഒരു 4 hours മോർ ഡ്രൈവ് ഉണ്ട്. ഓക്കെ, ദ വ്യൂ ഇസ് ഗോണ ബി വെരി ബ്യൂട്ടിഫുൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മള് സൂപ്പർ ബ്രാൻഡ് ഒക്കെ ഡ്രസ് ബ്രാൻഡ് ഒക്കെ ഉള്ള ആളാണ്. അടിപൊളിയാണ്. കാസർഗോട്ടുകാരൻ. ചെക്ക് ഔട്ട് ചെയ്യാം. ബാംഗ്ലൂർ ആട്ടോ. ബാംഗ്ലൂർ ചെക്ക് ഔട്ട് ചെയ്യാം. FYS ക്ലോത്തിങ്. പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം. നമ്മള് ഫുഡ് കഴിക്കാൻ പാക്ഡ് ഫുഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഉള്ളടത്തേക്കൊന്നും പിന്നെ ആരും വരില്ല, സ്നേഹം പോലും വരാറില്ല. കാരണം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ ടെമ്പർ ഒട്ടും ശരിയല്ല. എനിക്ക് നന്നായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. പാക്ഡ് ഫുഡാണ്. ആപ്പിൾ ഉണ്ട്, ഇതുണ്ട്, പൂരി ഉണ്ട്, യോഗട്ട് ഉണ്ട്. ഈ ഒരു വൈബിലാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ തൊടുവ് പോയാലേ ഒന്നും കിട്ടാൻ പോണില്ല. പോയാലേ പേര കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കൂടി ചിലപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ അമ്പയ്ക്കോ വാങ്ങിയോ കിട്ടും. Look at these guys. These are strawberries. Berries, strawberries. ഇങ്ങനെ നിലത്തിങ്ങനെ ബീന് കിടക്കുന്നുണ്ടാവും, ചെതറി കിടക്കുന്നുണ്ടാവും. You go, you pick, then you eat. ഉള്ളുത്തും വേറെ കാര്യം, that's fine, but okay ആണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ആക്സെന്റ് ഒക്കെ മാറണം. ടോക്കിന് ഇംഗ്ലീഷ്. ഓക്കെ, മലയാളം പറഞ്ഞാലും ഈ ഇംഗ്ലീഷ് പോലെ ടോണനാണ്. മനസ്സിലായോ? ബ്രോഞ്ചോ എന്താണാവോ കടക്കാരൊക്കെ പറയുന്നത്. താങ്ക് യു. നല്ലത്. തന്തയ്ക്ക് വിളിച്ചാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാനും തിരിച്ച് ബ്രോഞ്ചോ എന്ന് പറഞ്ഞൊരു കേട്ടോ. അപ്പോൾ തന്തയ്ക്ക് വിളിയില്ലാന്ന് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ സ്ട്രോബെറീസ് ആണ്. നമ്മളിപ്പോൾ കഴിച്ച ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഫുള്ള് സ്ട്രോബെറീസ്. നമുക്കിവിടെ പൈസ കൊടുത്ത് കൊടുക്കുന്ന സാധനം നമുക്കിതവിടെ സ്ട്രോബെറി. ലിറിക്സ് പാട്ട് പാട്ടോ? ശരിക്കും ശരിക്കും പാട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഓറായിരിക്കും, കുഴപ്പമില്ലല്ലോ.
അടുത്തതായി ഞാനിവിടെ ആലപിക്കാൻ പോകുന്ന ഗാനം ബിച്ചു തിരുമല രചിച്ച ജെറി അമൽദേവ് മ്യൂസിക് സംവിധാനം ചെയ്ത KG യേശുദാസും KS ചിത്രയും പാടിയ നോക്കത്താ കണ്ണും ദൂരം അല്ല സോറി നോക്കത്താ ദൂരത്ത് നോക്കത്താ ദൂരത്ത് കണ്ണും തട്ടുന്നുള്ള സിനിമയിലെ പാട്ടാണ്. ഇതെങ്ങനെ പോണോ വീട്ടിന്റെ അടുത്ത് അതല്ല ഓ അങ്ങനാ തട്ടണ വണ്ടി ഓ അങ്ങനെയാ. ഓക്കെ അപ്പൊ നമുക്ക് പാട്ട് പാടാം. സോറി, അതായത് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടെന്നുള്ള സിനിമയിൽ KG യേശുദാസ് ആൻഡ് KS ചിത്ര പാടി ബിജു തിരുവല എഴുതിയ ജെറി അമൽദേവ് മ്യൂസിക് സംവിധാനം ചെയ്ത മ്യൂസിക് ഡയറക്ട് ചെയ്ത അതിന്റെയാണ് മ്യൂസിക് സംവിധാനം. പാടും. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർപ്പെങ്കിളി, പൈങ്കിളി മലർത്തെങ്കിളി ഹിമേഷ് രശ്മിയ 144B എന്റെ രീതിയിൽ പാടണം. മറ്റേ പാട്ട് പാടേക്ക് ഹിന്ദി ഹിമേഷ് രശ്മിയുടെ പാട്ട്. കണ്ണുമായി കാത്തിരുന്നു. അപ്പൊ നമ്മളിപ്പോ സ്വിറ്റ്സർലാൻഡ് കയറാൻ പോവാണ്. 6 മിനിറ്റ്സ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് സ്വിറ്റ്സർലാൻഡ് ബോർഡറിൽ. അപ്പൊ വീണ്ടും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞു. നല്ല വെയില്. അപ്പോൾ ഇനി 1 മണിക്കൂറുണ്ട്. സോറി, നേരത്തെ പറഞ്ഞ തെറ്റാണ്. 1 മണിക്കൂർ ഉണ്ട് സ്വിറ്റ്സർലാൻഡ് ബോർഡറിലേക്ക്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ നിർത്തിയിട്ടില്ല സ്ഥലം. നമ്മളെപ്പോഴും ഗ്യാസ് സ്റ്റേഷനിൽ മാത്രമേ നിർത്തുള്ളൂ. കാരണം ഗ്യാസ് സ്റ്റേഷനിലാണ് റിഫ്രഷ്മെൻ്റ് ഉണ്ട് എല്ലാവരും നിർത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എന്തായാലും സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നിർത്തിയ സ്ഥലത്തൊരു ഇതുണ്ട്, ഷോപ്പ്. ആ ഷോപ്പിൽ നിന്ന് സായി ഒരു സ്മൂത്തി ഓർഡർ ചെയ്തു. മിൽക്ക് അവിടെ കുപ്പീൻ്റെ വേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് സോഡ തോന്നുന്നുണ്ട്. താങ്ക് യു. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ജോഗ്രഫി തന്നെ മാറി, നേച്ചർ. സ്വിറ്റ്സർലാൻഡ് കയറിയിട്ടുണ്ട് അല്ലേ? യെസ്, എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ നമ്മൾ ടണലിലൂടെ പോവാണ്. നമുക്കിവിടെ 4 ദിവസം, 4 days ലൈറ്റ് അടിക്കണം. ലൈറ്റ് ഫുള്ളില്ലേ, ഭയങ്കര. ഇപ്പോൾ സമയം 7 മണി. എന്നിട്ട് നമ്മളിവിടെ ഫുള്ള് വെയിലത്താണ്. അതായത് നാട്ടില് 10:30 അല്ലേ? ആണ്. 5 ദിവസം ഇവിടെ നിൽക്കാൻ പോലെ. ഇന്ന് ബർത്ത്ഡേ കേട്ടോ, ബർത്ത്ഡേ കുട്ടിയാണ്. ഞാൻ ഇതിന് മുന്നത്തിൽ കേക്ക് കട്ടിയത്. അവിടെ കേക്ക് കട്ടിയത് പാരീസ്, നമ്മുടെ ഈഫൽ ടവറിന്റെ മുന്നിൽ. ഈഫൽ ടവറിന്റെ മുന്നിൽ അല്ലേ? ഹാപ്പി ആയില്ലേ? ഇവരെ നമുക്ക് സിനിമയിലാണ് കേട്ടോ, പ്രേം പാറ്റ പറഞ്ഞ സിനിമയില് ഒരു കുറച്ച് റോളില്ലേ? അത്യാവശ്യം റോളുണ്ട്. അപ്പൊ നിങ്ങള് കാണണം. പ്രണയം റിവ്യൂ ഞങ്ങള് സായിയുടെ ചാനലിൽ റിവ്യൂ പറയുമ്പോൾ എന്തായാലും
നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അല്ലേ? നന്നായി അഭിനയിച്ചില്ലേ? ആ, നമുക്ക് അതില് പൊളിക്കണം. പടം ഹിറ്റാക്കണം അല്ലേ? ഭാവിയിലെ ജുനൈസിനെ നോക്കി പറയില്ല, നമ്മള് പ്രണയിന് പറയും കേട്ടോ. ഭാവിയിലെ സൂപ്പർ സ്റ്റാർ ആണ്. ഓക്കെ, റെഡി അല്ലേ? നമ്മള് സ്വിറ്റ്സർലാൻഡ് സിറ്റിയിലൂടെയാണ് പോണത്. ഓ, അത് ഭയങ്കര സിറ്റി അല്ലേ ഇവിടെ? അപ്പൊ ഗൈസ് നമ്മള് സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കമോൺ, എല്ലാവരും വരൂ. സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്തു. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് കാണില്ലേ, വെയിലാണല്ലോ. അയ്യോ, അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് ആണിത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത് നിന്നോളൂ, ഞാൻ അടുത്തരാം. അപ്പോൾ നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ സെഷനൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. നല്ല ക്ലിയർ വെള്ളം, നല്ല അടിപൊളി, നിങ്ങൾക്ക് കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആ, ഹായ്. ഇപ്പൊ നമ്മളിവിടെ ചോക്ലേറ്റ് എന്താ വാങ്ങണേ? കൈ നിറച്ച് വെച്ചിട്ട് മനുഷ്യന്മാർക്ക് ഞാനുണ്ട്. ഇപ്പൊ നമ്മള് പോലീസുകാരുടെ സ്വിറ്റ്സർലാൻഡ് പോലീസുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. Yes. I want to take some pictures with Switzerland. Okay. Is it possible for you to make my wish possible? Can you just make my wish possible? കിട്ടൂറില്ല. എടുക്കണേ, ഞാൻ വീഡിയോ ആണ്. താങ്കളുടെ ആഗ്രഹം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ അവിടെ വരും. സായി പോലീസുകാരുടെ കൂടെ വീഡിയോ, നമ്മൾ ഫുഡ് കണ്ടേ, ഞാൻ അവിടുന്ന് കഴിക്കണോ? നോക്കൂ നോക്കൂ, ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. നല്ല വെളിച്ചം, നല്ല വെയിൽ. ഇവിടെയാണ് കുറച്ച് സമാധാനം ഉള്ളത്. തണുപ്പിന് തണുപ്പ് കുറവാണ്. അപ്പൊ നമ്മളിപ്പോ സ്വിറ്റ്സർലാൻഡിലെ വരാന്തയിലൂടെ റോഡ് അരികിലൂടെ നടന്നു പോവാണ്. അതെ, സ്വിറ്റ്സർലാൻഡ്. ഞാൻ യൂറോപ്പിൽ വരുന്നത് ഞാൻ പറയും, കാരണം എനിക്ക് ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്. യൂറോപ്പ് നല്ല മോളെ, എനിക്ക് ഇന്ന ഹഡാൽ ആകർഷിച്ച പാരീസിനേക്കാൾ ഈ ട്രിപ്പ് ഏറ്റവും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ആണോ? രസം. ഫ്രെയിമും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ആംസ്റ്റർഡാം, നെതർലാൻഡ്സ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആംസ്റ്റർഡാം, നെതർലാൻഡ്സ് ഇഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭയങ്കര രസം. നിങ്ങൾക്ക് ഇനി എന്റെ മുഖം മാത്രം ഞാൻ കാണിച്ചു തരുന്നില്ല, എന്നാൽ ഞാൻ ബാക്കി കാണിച്ചു തരാം. ആരും ഇളക്കൂല്ല, ഇത് നന്നായിട്ട് ഇളക്കണ്ട. ഒരു ഇളക്കൂല്ല, എനിക്കൊന്നും തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ മോനെ, സ്വിറ്റ്സർലാൻഡ്. അല്ലേ പറഞ്ഞ അടിഭാഗം കാണുന്നത് വെള്ളത്തിന്റെ. ഞാനോടൊരു കാര്യം പറയാം, എവിടെ പോയില്ലെങ്കിൽ അപ്പൊ
അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലൻഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മുഖം മാത്രം ഞാൻ കാണിക്കണില്ല, സ്ഥലങ്ങൾ ഫുള്ള് കാണിച്ചു തരാം. ഇവിടെയാണ് ഇറങ്ങിയത് നമ്മൾ. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു ഫൗണ്ടെയിൻ കാണാനുണ്ട്, ഫൗണ്ടെയിൻ പോലെ. പക്ഷേ ഇവിടെയാണെങ്കിൽ നല്ല തെളിച്ചുള്ള വെള്ളം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. ഇതിപ്പോൾ സമയം 8 മണിയാണ്. 8 മണിക്കാണ് ഇത്രയും വെയിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചൂട് ഉണ്ട്, മീൻസ് നോർമലാണ്, ഭയങ്കര കോൾഡ് അല്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. കോട്ടും സൂട്ടൊന്നും വേണ്ട എന്തായാലും ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഭയങ്കര ഷോപ്പൊക്കെ ഇതാ കാണുന്നു. റിസോർട്ട് ഉണ്ട്, പാച്ച്ലൻ കോൺസ്റ്റന്റ് ടുഡോ റിച്ചാർഡ്, അങ്ങനെ റോളക്സ് 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 അതാ. ഞാൻ ആ ബാക്കിൽ മറ്റേ സാധനമാണ് വെക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, നീ അവിടെ തന്നെ ആ ബാ 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 വയ്ക്കോ. പോട്ടെ വണ്ടി പോട്ടെ. ഇവിടെ ഫുള്ള് ഭയങ്കര ബ്രാൻഡഡ് ഉണ്ട്. പാറ്റക് ഫിലിപ്പ് ഉണ്ട്, റോളക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ വഴികൾ. അവിടെ പോയിക്കല്ലോ ഗാർഡൻ്റെ അങ്ങോട്ട് ആ സൈഡ്. നമ്മുടെ ആൾക്കാർ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ പച്ചപ്പ് നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഫ്ലവർ ഗാർഡനിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഫ്ലവർ ഗാർഡൻസ് ഇങ്ങനെ ഒരു ഗാർഡനാണ്. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പാർട്ടി മൂഡ്, ഒരു ഗാർഡൻ, നല്ല സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗാർഡനാണ്, ഒരു നോർമൽ ഗാർഡൻ. അടിയോട് പട്ടികളോട് ഇരുന്ന് കളിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് എന്തെല്ലാം സൂപ്പർ പ്ലേസാണ്, അടിപൊളി. ഇത് ഇവിടെ എപ്പോഴും വെള്ളം വരും, നമുക്ക് നല്ല വെള്ളവും. This water is coming from Alps. This water will always flowing in the pipe, and this is good water. All minerals, vitamins. മോൻ കഴുകേ. അയ്യേ പനിനീരാ കൊണ്ടുവാ. നമ്മുടെ അല്ല, ഇവിടെയുള്ള ഒരു പാർക്കാണിത്. സമയം നേരത്തെ പറഞ്ഞ പോലെ 8 മണി കഴിഞ്ഞു, 8:30 ആയി. 8:30 കൂടിയാണ് ഇത്ര വെയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ടൈം 8:09. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കാനുള്ളത്. എന്തോ പോലെ നമ്മുടെ ഫുഡ് ഇതാണ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വീണ്ടും. ഇപ്പം നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതാണ്. പിന്നെ പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കരുത്, ഇവിടെയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്, ലേ അർഷാന, 1976.
ഫുഡ് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി നന്നായിരുന്നു ഇതിനെ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, മെർക്കുറി ഹോട്ടൽ, ജനീവ എയർപോർട്ട്, ജനീവയിലുള്ള മെർക്കുറി ഹോട്ടൽ. പക്ഷെ നമ്മൾ നാളെ ചെക്കൗട്ട് ചെയ്യും, ഇന്ന് രാത്രിക്ക് മാത്രമുള്ളതാണിത്. അപ്പോൾ അമ്മേ വാവ്, നല്ല സ്മെല്ല്. ഇത് പിന്നെയും കാണാൻ ഒരു ഇതുണ്ടല്ലേ, ഒരു മേനുണ്ട്. മേനുള്ളൊരു ഹോട്ടലാണ് ഇവിടുത്തെ. സൂപ്പർ. അറിഞ്ഞില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ റൂമിലേക്ക് പോവാണ്. 402 ആണ് നമ്മുടെ ടീമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല ഹോട്ടലല്ലേ, നല്ല അടിപൊളി ഹോട്ടല്. മെർക്യൂർ. ഞാൻ ആദ്യം വായിച്ചത് മെർക്കുറി എന്നാണ്. മെർക്യൂർ കാരണം ഇവിടെ എന്താ ജനീവ അല്ല പറയാ, ജനീവ്. ഇപ്പുറത്ത് അറ്റത്താണ് നമ്മുടെ റൂം 402. ഓക്കെ, അപ്പൊ നമ്മളെ വാഷ്റൂം. വാവ്, ഇത് സൂപ്പർ റൂമിലെ അടിപൊളി റൂം. നല്ല റൂം, നല്ല റൂം. ഇവിടെ ഇട്ടൊന്നായിട്ടില്ല, എന്നാലും ഞങ്ങൾ കിടക്കാൻ പോവാ. വാഷ്റൂം അടിപൊളിയുണ്ട്, സൂപ്പർ. വാവ്, നമ്മുടെ റൂമിലുള്ള വ്യൂ ആണ്. അതുകൊണ്ടൊക്കെ പൊളി സാധനല്ലേ. ട്രെയിൻ പോകാൻ. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തിണ്ട്. ഇതാണ് നമ്മളെ റൂം, നേരത്തെ കാണിച്ചെന്ന പോലെ. ഇതാണ് അടിപൊളി റൂം. അപ്പോൾ എന്തായാലും ഇത് സൂപ്പർ റൂമാണ്, മെർക്യൂർ. നമ്മൾ ഇറ്റലിയിലെ ആ റൂമിനേക്കാളും എത്ര അടിപൊളിയാണിത്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആട്ടോ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ. അതിനനുസരിച്ചുള്ള പൈസയുണ്ട്, എക്സ്പെൻസീവ് ആണ്.